ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരുകയാണ്. ഇന്ന് സഭ വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. നിനക്ക് തിരുനാളിൻ്റെ മംഗളങ്ങൾ പ്രത്യേകമായിട്ട് നേരുന്നു. ശ്ലീഹായിലൂടെ ധാരാളം അനുഗ്രഹങ്ങൾ നിൻ്റെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സബദീപുത്രന്മാർ അമ്മയും കൂടി ഈശോയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അവർ വലിയ അഭ്യർത്ഥനയാണ് വയ്ക്കുക, ഈശോയുടെ ഇടത്തും വലത്തും ഇരിക്കുവാനുള്ള അഭ്യർത്ഥന. ഈശോ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് പ്രകാരമാണ് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 20-ാം അധ്യായം 22-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം. ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കഴിയും. അവർ ചോദിക്കുക മഹത്വമാണ്, പദവിയാണ്, ഈശോയുടെ ഇടത്തും വലത്തും ഇരിക്കുവാൻ. പക്ഷേ ഈശോ ചോദിക്കുക, എൻ്റെ സഹനത്തിൻ്റെ പാനപാത്രം ഏറ്റെടുക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെന്ന്. അർത്ഥം മനസ്സിലാക്കിയിട്ടാണെങ്കിലും അല്ലെങ്കിലും അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് കഴിയും. പ്രിയ സഹോദര സഹോദരി, ഈശോയോട് ചേർന്നുള്ള ഒരു ജീവിതം എപ്പോഴും മഹത്വത്തിൻ്റെ ഒരു ജീവിതമല്ല. അത് ഈശോ കടന്നു പോകുന്ന വഴിയിലൂടെ കടന്നു പോകാനുള്ളൊരു ജീവിതമാണ്. സഹനങ്ങളുണ്ടാകാം, പ്രതിസന്ധികളുണ്ടാകാം, മറ്റു പലതും ഉണ്ടാകും. പക്ഷേ നിൻ്റെ ഒപ്പം നിൻ്റെ കർത്താവ് ഉണ്ടെന്നുള്ളതാണ്. ആ ഈശോയോടാണ് നീ ചേർന്നിരിക്കേണ്ടത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തിന് നന്ദി പറയുക. ഈശോയെ, മഹത്വത്തെക്കാൾ ഉപരിയായിട്ട് എപ്പോഴും നിന്നോട് ചേർന്ന് നിൽക്കാനുള്ള കൃപ ഈ വ്യക്തിക്ക് നൽകണമേ. ഈ ദിവസത്തിന് വേണ്ട നന്മകളും അനുഗ്രഹങ്ങളും എല്ലാം നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേപ്പോലൊരു ദൈവമില്ല, അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമേ.